നമസ്കാരം. കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് CPM സംസ്ഥാന നേതാക്കൾക്കെതിരെ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രവർത്തകർ പൂട്ടിയിട്ട സംസ്ഥാന നേതാക്കളെ കൂകി വിളിച്ച ഒരു വിഭാഗം പ്രവർത്തകർ. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സോമപ്രസാദ്, കെ രാജഗോപാൽ എന്നിവരെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ മുറിയിൽ പൂട്ടിയിട്ടത്. ഇവർ പുറത്തിറങ്ങിയപ്പോഴായിരുന്നു പ്രവർത്തകരുടെ രോക്ഷം. പ്രതിഷേധമുയർന്നതോടെ കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് CPM ലോക്കൽ കമ്മിറ്റി സമ്മേളനം അലങ്കോലപ്പെട്ടു. ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരമുണ്ടായതോടെ ഒരു വിഭാഗം പ്രതിഷേധിച്ചതാണ് കാരണം. പ്രതിഷേധങ്ങൾക്കിടെ പുതിയ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഏകപക്ഷീയമായ തീരുമാനമെന്ന് ഒരു വിഭാഗം ഇതിനെ വിമർശിച്ചു. അതിനിടെ CPM നേതാക്കളെ പ്രവർത്തകർ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിനെത്തിയ നേതാക്കളെയാണ് പൂട്ടിയിട്ടത്. പീഡന ആരോപണ വിധേയരായ നേതാക്കളെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി വനിതാ നേതാക്കൾ അടക്കം രംഗത്തെത്തി. പെണ്ണുപിടിയനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാക്കിയെന്നാരോപിച്ചായിരുന്നു പ്രവർത്തകരുടെ രോക്ഷപ്രകടനം. സംസ്ഥാന നേതൃത്വം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കൊപ്പമാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗമായ സോമപ്രസാദ്, MP രാജഗോപാൽ എന്നീ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയാണ് പൂട്ടിയിട്ടത്. വിഷയം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്കെതിരെയും കയ്യേറ്റമുണ്ടായി. വിഷയത്തെ ചൊല്ലി പ്രവർത്തകർ തമ്മിൽ തല്ലി. ഒടുവിൽ പൂട്ടുപൊളിച്ചാണ് നേതാക്കളെ പുറത്ത് എത്തിച്ചത്. കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും കള്ളുകുടിയന്മാർക്കും പെണ്ണുപിടിയന്മാർക്കുമായുള്ള പ്രസ്ഥാനമായി ഈ പ്രസ്ഥാനം നശിച്ച നാമാവശേഷമായി. വനിതാ സഖാക്കന്മാർക്ക് മാന്യമര്യാദയോടെ അന്തസ്സായി പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കൈപിടിച്ചൊടിക്കാൻ ശ്രമിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗമായ വനിതാ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെയാണ്: സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അവർക്കൊപ്പമാണെന്നും തങ്ങൾക്ക് പ്രസ്ഥാനം വേണമെന്നും വനിതാ നേതാവ് പറയുന്നു. പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിനായാണ് പ്രതികരിക്കുന്നതെന്നും അവർ പറഞ്ഞു. സ്ത്രീ പീഡനത്തിൽപ്പെട്ടയാളെ സെക്രട്ടറിയാക്കിയപ്പോൾ ശക്തമായി എതിർത്തിട്ടും ഒരു വിലയുമില്ല. സംസ്ഥാന കമ്മിറ്റി അംഗം ഞങ്ങൾക്കെതിരെ സംസാരിച്ചു. മാന്യമായിട്ടുള്ള പ്രസ്ഥാനമാണ് വേണ്ടത്. CPM തത്വശാസ്ത്രത്തിന് അടിസ്ഥാനമായി പ്രവർത്തിക്കേണ്ടതെന്ന് മറ്റൊരു വനിതാ നേതാവും പ്രതികരിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവർത്തകർക്ക് സഖാവെന്ന പരിഗണന നൽകിയിട്ടില്ലെന്നും പ്രവർത്തകർ പറയുന്നു. പാർട്ടി നന്നാകണമെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നുവെന്നും 21 വർഷമായി പാർട്ടിക്കായി കഷ്ടപ്പെടുന്നുവെന്നും വികാരാധീനരായാണ് പ്രവർത്തകർ പ്രതികരിച്ചത്. കരുനാഗപ്പള്ളിയിലെ CPMൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളാണ് സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുത്താൻ കാരണം. തർക്കത്തെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം CPM തൊടിയൂർ ലോക്കൽ സമ്മേളനം തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. എന്തായാലും കരുനാഗപ്പള്ളിയിലെ ഈ സംഭവം അതിദാരുണമാണ്. വനിതകൾക്ക് നേരെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ CPM ലോക്കൽ സെക്രട്ടറിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ചെയ്യുന്നത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംസ്ഥാന നേതൃത്വം ഇതിൽ ഇടപെടുമെന്ന് പ്രത്യാശിക്കാം. തർക്കത്തെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ ഭൂരിഭാഗം ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല.